ഈ പരിപാടി ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഖുർആനിൽ നിന്ന് അദീബ് അഷ്റഫ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ليظهره على الدين كله وكفى بالله شهيدا. محمد رسول الله محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا. سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ على سوقه يعجب الزراع ليغيظ بهم الكفار. وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما. السلام عليكم. സ്വാഗത ഭാഷണത്തിനായി അൽമനാർ ഖുർആൻ സ്റ്റഡി സെന്റർ ഡയറക്ടർ അബ്ദുസ്സലാം മോകം അവറുകളെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഅദത്ത് സയ്യിദ് عارف جلفار نائب رئيس اللجنة المنظمة لجائزة دبي الدولية للقرآن الكريم، وضيف الشرف الشيخ محمد أكبر. أيها الحفل الكريم، أنتهز هذه الفرصة أن أوجه الشكر والتقدير لما أتاحتنا هذه الفرصة بتنظيم مثل هذه المحاضرات، لا سيما في هذا الشهر المبارك شهر رمضان. نشكر الله سبحانه وتعالى أولاً باسم مركز الإصلاح الهندي الذي بدأ نشاطاتها منذ السبعينات في دولة الإمارات العربية المتحدة. ثم نشكر صاحب السمو الشيخ محمد بن راشد آل مكتوم نائب رئيس الدولة رئيس مجلس الوزراء حاكم دبي راعي الجائزة لهذه المنة الكريمة الذي بدأ قبل 17 سنوات. لا يزال يستمر نشاطاتها متواصلة ولله الحمد. وكما نشكر الجائزة وعلى رأسها سعادة المستشار السيد إبراهيم محمد بوملحة رئيس اللجنة المنظمة وجميع أعضاء اللجنة الذين لهم جهد كبير في تنظيم مثل هذه المحاضرات والفعاليات. وأخص الشكر الآن السيد عارف جلفار الذي لا يبخل أبداً في تقديم نصائحه وإرشاداته لنا، ونشكره
باسم هذا الجمهور الشكر الجزيل، سائلين المولى عز وجل أن يتقبل منا جميع هذه الأعمال. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മുഖവുരക്ക് സമയമില്ല. നാം വളരെ വൈകിയാണ് പരിപാടി ആരംഭിക്കുന്നത്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ദുബായ് ഇൻ്റർനാഷണൽ ഹോളി ഖുർആൻ അവാർഡ് കമ്മിറ്റിയുടെ 17ാമത് സെഷനിലാണ് നാമുള്ളത്. വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടി ഇസ്ലാഹി സെൻറ്ററിന് ഓർക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഇതിൻ്റെ 1ാമത്തെ സെഷൻ മുതൽ നമ്മുടെ പ്രവർത്തനം ഈ രംഗത്തുണ്ട് എന്നതാണ്. അന്ന് മുതൽ ഇന്ന് വരെ തുടർച്ചയായി എല്ലാ സെഷനുകളിലും നാം നിർദ്ദേശിക്കുന്ന പ്രാസംഗികൻ വരികയും നമ്മുടെ ഭാഷയിൽ നമുക്ക് വേണ്ടി പ്രസംഗിക്കുകയും ചെയ്യുന്നു. ഈ വർഷവും വളരെ നേരത്തെ നാം തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദിവസം ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 2 മാസം മുമ്പ് ഷെഡ്യൂളായ ഒരു പ്രോഗ്രാമാണ് ഇത്. ഞാൻ ഇത്ര കൃത്യമായി പറയുന്നത് ചില തെറ്റിദ്ധാരണകൾ ചില സഹോദരങ്ങൾക്കുണ്ടായത് തിരുത്തുക എന്നത് ലക്ഷ്യമാക്കിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാനിൽ വിശുദ്ധ ഖുർആനിൻ്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള ഈ സംസാരത്തിൽ ആരോടെങ്കിലുമുള്ള മാത്സര്യമില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, നമ്മുടെ രീതിയല്ല, ശൈലിയല്ല. നാം ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ശൈലിയിലേക്ക് പോകുന്ന പ്രശ്നവും ഇല്ല. ആരോടും മത്സരിക്കുക നമ്മുടെ വഴിയല്ല. നമ്മുടെ മത്സരം സന്മാർഗത്തിൻ്റെയും സൽക്കർമ്മങ്ങളുടെയും വിഷയത്തിൽ മാത്രമായിരിക്കും. ഫല്യതനാഫസിൽ മുതനാഫിസൂൻ എന്ന മത്സരം, അതേ നമുക്ക് പരിചയമുള്ള മത്സരമുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇസ്ലാഹി സെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ 1970 മുതൽ UAE-യിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ സംഘടന നടത്തിയിട്ടുണ്ട്. വളരെ വിശദമായി നിങ്ങളോടത് പ്രതിപാദിക്കുകയോ സംസാരിക്കുകയോ ചെയ്യേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇസ്ലാഹി സെൻറ്റർ ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തതിനേക്കാൾ ഉപരി പരിചയമുള്ളവരാണ് ഈ സദസ്സിലുള്ള പലരും. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് ശ്രമിക്കുന്നില്ല. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളോടും ഇവിടുത്തെ നേതൃത്വത്തോടുമൊക്കെ പൂർണ്ണമായും യോജിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ മുഴുവൻ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് നാം രൂപീകരിച്ചിട്ടുള്ളത്. അതല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഇതിന് പിന്നിലില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് തൊഴിലെടുക്കാൻ വേണ്ടി വന്ന നമ്മൾ ഇതുപോലെയുള്ള സൗകര്യങ്ങൾ നമുക്ക് ഗവൺമെൻറ് ചെയ്തു തരുന്നു എന്നത് തന്നെ തീർച്ചയായും സന്തോഷപ്രദമായ കാര്യമാണ്. ഈ മുസ്ലിം മലയാളി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രത്യേകിച്ചും ഈ രാജ്യത്തിൻ്റെ ഉപഭരണാധികാരിയും UAE-യുടെ പ്രധാനമന്ത്രിയും ഈ ജായിസയുടെ ഈ പ്രോഗ്രാമിൻ്റെ പ്രധാന കണ്ണിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന് നമ്മുടെ എല്ലാവരുടെയും കൃതജ്ഞതയും നന്ദിയും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇത്തരത്തിലുള്ള അവസരങ്ങൾ നമുക്ക് നൽകിയ ഈ ദുബായ് ഹോളി ഖുർആൻ അവാർഡ് കമ്മിറ്റിയോടും നമുക്കുള്ള കൃതജ്ഞത ഇവിടെ രേഖപ്പെടുത്തുന്നു. സർവോപരി ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. വിശിഷ്യ നമ്മുടെ ഈ പരിപാടിയിൽ ക്ഷണം സ്വീകരിച്ച് പ്രസംഗിക്കാൻ വന്നിട്ടുള്ള ബഹുമാന്യനായ നമുക്കൊക്കെ സുപരിചിതനായ ഇമാം അക്ബർ, അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. ഈ സദസ്സിനും ഈ ഓഡിറ്റോറിയത്തിനുമൊക്കെ അദ്ദേഹം സുപരിചിതനാണ്. അദ്ദേഹത്തെ ആദ്യമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ എല്ലാതരം പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതികൂലമായ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും ഈ പരിപാടി ശ്രവിക്കുവാനും അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് മനസ്സിലാക്കുവാനും ദീനിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ തിരുത്തുവാനും എത്തിയിട്ടുള്ള മുസ്ലിങ്ങളും അല്ലാത്തവരുമായ എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ സദസ്സിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഈ വിശുദ്ധ മാസത്തിൽ സാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അധ്യക്ഷ പദവി അലങ്കരിക്കാൻ ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ പ്രസിഡന്റ് അബ്ദുസ്സമദ് സാഹിബിനെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ
محمد وعلى آله وأصحابه الأجمعين أما بعد الضيوف الكرام السلام عليكم ورحمة الله وبركاته ബഹുമാന്യരായ സുഹൃത്തുക്കളെ, സമരം വളരെ വൈകിയതുകൊണ്ട് ഒരു നീണ്ട അധ്യക്ഷ പ്രസംഗം പരിപാടിയിലില്ല, പ്രോഗ്രാമിലില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ ഈ പരിപാടിക്ക് ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും ഇവിടേക്ക് ഒഴുകിയെത്തിയ ആയിരക്കണക്കായ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്ററിൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ندعو من سعادة السيد عارف عبد الغفار لافتتاح هذا المجلس، فليتفضل مشكور. بسم الله الرحمن الرحيم، الحمد لله والصلاة والسلام على سيدنا رسول الله. أنا كنت أريد أن نقول لكم مرحبا أو هلو أو سوى قدم. أقول لكم السلام عليكم ورحمة الله. First thing, we thank Allah subhanahu wa ta'ala for providing us this opportunity every year. Allah subhanahu wa ta'ala says in the Holy Quran, وَإِن تَعُدُّوا نِعْمَةَ اللَّهِ لَا تُحْصُوهَا. This is one of the gifts Allah subhanahu wa ta'ala is giving us from time to time. Second, I really thank Sheikh Muhammad Akbar for being here since so many years. Jazakallah khair, cooperation always there. And many thanks to Islahi Center for organizing this event, and really appreciation and sincere thanks for all of you for being here this night. The best thing of this night about the speech will be about the Prophet sallallahu alaihi wasallam. The Prophet sallallahu alaihi wasallam was illiterate, did not read or write. Usually scholars, before they get their knowledge, they will read whatever others had written. The Prophet ﷺ did not read or write. He is teaching scholars what to read and write. Subhanallah. We really thank you for being here. I don't want to take much time. It is Sheikh Muhammad Akbar time. He came from long distance to let you hear from him. And we ask Allah subhanahu wa ta'ala to make this night and all nights all blessing from him. And we invite you to participate in our daily going competition in the Holy Quran. Wallah, it is really miracles when you see so many kids and children and youth coming from all places of the world. Some of them, wallahi subhanallah, they do not speak one word in Arabic. If you ask him in Arabic, ma huwa ismuk, he cannot answer. But if you tell him read from such verse, mashallah, he will read as he is in Arabic tongue. One of the miracles, subhanallah ta'ala. Really, I thank you again, and may Allah subhanahu wa ta'ala bless all of us. Wassalamu alaikum wa rahmatullahi ta'ala wa barakatuh. താങ്ക് യു വെരി മച്ച് ഷേഖ്. ജസാക്കുമുല്ലാ ഖൈർ. ഇനി വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ബഹുമാനനായ എം അക്ബർ സാഹിബിനെ ക്ഷണിക്കുകയാണ്. സമാധാനത്തിൻ്റെ ദൂതൻ ചരിത്രത്തിൻ്റെ ദശാസന്ധികളിലൂടെ നമുക്ക് ഏവർക്കും സുപരിചിതനാണ്. അമുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ രൂപീകരിച്ച നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടറും ഇന്ത്യയിലും വിദേശത്തുമായി 13 പരം ശാഖകളുള്ള പീസ് ഇൻ്റർനാഷണൽ സ്കൂളുകളുടെ അമരക്കാരനുമാണ് ജനാബ് എം അക്ബർ സാഹിബ്. നിരവധി പുസ്തകങ്ങളും 1000-ൽ പരം പ്രഭാഷണങ്ങളും സ്നേഹസംവാദങ്ങളും നടത്തി നമ്മുടെ ഇടയിൽ ശ്രദ്ധേയനാണ് അദ്ദേഹം.
അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദുബായ് ഹോളി ഖുർആൻ അവാർഡ് കമ്മിറ്റി നടത്തുന്ന ഈ 17ാമത് സെഷനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമഗ്രമായി പരിചയപ്പെടുത്തുക എന്ന അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന ഒരു തലക്കെട്ടാണ് ഇത്തവണത്തെ സെഷനുകളുടെ എല്ലാം പൊതുവായ തലക്കെട്ടായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിന് കീഴിലാണ് സമാധാനത്തിൻ്റെ ദൂതൻ ചരിത്രത്തിൻ്റെ ദശാസന്ധികളിലൂടെ എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ലോകത്ത് സമാധാനത്തിൻ്റെ ദർശനത്തെക്കുറിച്ചോ അഹിംസാ സിദ്ധാന്തത്തെക്കുറിച്ചോ ശാന്തിയുടെ മതത്തെക്കുറിച്ചോ എല്ലാം പറയുമ്പോൾ പലപ്പോഴും ഒന്നാമതായി ഉയർന്നു കേൾക്കുന്ന പേര് ബുദ്ധമതത്തിൻ്റേതാണ്. എല്ലാ തരത്തിലുമുള്ള ഹിംസകൾക്കെതിരെയും നിയമങ്ങളുണ്ടാക്കുകയും അഹിംസ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രയോഗവൽക്കരിക്കുന്നതിന് വേണ്ടി നൂറ്റാണ്ടുകളായി നിലനിൽക്കുകയും ചെയ്യുന്നൊരു ദർശനമെന്നുള്ള അർത്ഥത്തിലാണ് ബൗദ്ധദർശനത്തെ പരിചയപ്പെടുത്തപ്പെടാറുള്ളത്. ഏറ്റവും പുരാതനമായ ബുദ്ധമത വിഭാഗമായ തെരവാക ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളടങ്ങുന്ന അഷ്ടധർമ്മ പെടകത്തിൽ ബുദ്ധഭിക്ഷുക്കളോടുള്ള 40ാമത്തെ ഉപദേശമായി പോലും പറയുന്നത് ആരെങ്കിലും യുദ്ധത്തിനൊരുങ്ങുകയാണെങ്കിൽ അവരെ സന്ദർശിക്കാൻ പോലും ഒരു ബുദ്ധ ഭിക്ഷുവിന് പാടില്ല എന്നാണ്. അഹിംസയ്ക്ക് വേണ്ടി അടിസ്ഥാനപരമായ അഷ്ടാംഗ മാർഗങ്ങളെക്കുറിച്ച് പറയുകയും സമ്യക് വിചാരവും സമ്യക് കർമ്മവും സമ്യക് സമാധിയും തുടങ്ങിയ ഈ അഷ്ടാംഗ മാർഗങ്ങളിലൂടെ പൂർണ്ണമായ അർത്ഥത്തിലുള്ള അഹിംസ ഉണ്ടാകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ബൗദ്ധദർശനം പക്ഷേ പ്രായോഗികമായി മനുഷ്യരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അപഗ്രഥിക്കുമ്പോൾ പരാജയപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. ബുദ്ധന്മാർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. യുദ്ധം ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിലെല്ലാം
എല്ലാവിധ മര്യാദകളും കാറ്റിൽ പറത്തിക്കൊണ്ട് കലാപത്തിൻ്റെയും അക്രമത്തിൻ്റെയും മാർഗങ്ങളിലൂടെ അവർക്ക് കടന്നു പോകേണ്ടിയും വന്നിട്ടുണ്ട്. ക്രിസ്താബ്ദം 618 ചൈനയുടെ ഭരണ സംവിധാനമായി നിലനിന്നിരുന്ന സ്യൂജി വംശത്തിൻ്റെ ഔദ്യോഗിക മതം ബുദ്ധമതമായിരുന്നു. ചൈനയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ സൂചി വംശം അവരുടെ വംശം നിലനിർത്തുന്നതിന് വേണ്ടി, ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി നടത്തിയ യുദ്ധങ്ങൾ ചരിത്രത്തിലെ വളരെയധികം രക്തരൂക്ഷിതം മാത്രമല്ല, ഭീകരവും ബീഭത്സവുമായ നരനായാട്ടുകളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ആധുനിക കാലഘട്ടത്തിൽ നമുക്കറിയാം 2007 ബർമ്മയിൽ നടന്ന കുങ്കുമ വിപ്ലവം, സഫ്രോൺ റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെട്ട ബുദ്ധ ഭിക്ഷുക്കളുടെ നേതൃത്വത്തിൽ നടന്ന കലാപം, നൂറുകണക്കിന് ആളുകളെ ചുട്ടുകൊന്നുകൊണ്ടാണ് ആ കലാപത്തിൽ അഹിംസാ സിദ്ധാന്തം പ്രയോഗവൽക്കരിക്കപ്പെട്ടത്. അതേപോലെ തന്നെ ശ്രീലങ്കയിലെ തമിഴ് ഭീകരവാദികളുടെ, തീവ്രവാദികളെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2004 രൂപീകരിക്കപ്പെട്ട ശ്രീലങ്കൻ ബുദ്ധഭിക്ഷുക്കളുടെ സംഘടന പൂർണ്ണമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ട് അവിടുത്തെ ശ്രീലങ്കൻ ഗവൺമെൻറ് 2009 മെയ് മാസത്തിൽ LTT എന്ന സംഘടനയ്ക്കെതിരെ എന്ന രൂപത്തിൽ നടത്തിയ ആ അതിക്രമങ്ങൾ ഒരു യുദ്ധത്തിൻ്റെ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് തമിഴ് ജനതയെ പൂർണ്ണമായും നിഷ്കാസനം ചെയ്യുന്നതിലേക്കാണ് നയിച്ചത് എന്ന് ഇന്ന് ചരിത്രം വായിക്കുകയാണ്. വേലുപ്പിള്ള പ്രഭാകരൻ്റെ മകൻ 12കാരനായ ബാലചന്ദ്രന് ചോക്ലേറ്റ് നൽകി അത് രുചിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അതിക്രൂരമായ സിംഹള പടയാളികൾ ആ കുഞ്ഞിന് നേരെ നിറയൊഴിച്ചത്. ഇവിടെയൊന്നും തന്നെ ഏതെങ്കിലും ഒരു നിയമം അവരെ തടയാനുണ്ടായിരുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ സഖ്യകക്ഷികളോടൊപ്പം നിലനിന്നിരുന്ന ആളുകളും അതോടൊപ്പം തന്നെ ഹിറ്റ്ലറോടൊപ്പം നിലനിന്നിരുന്ന ആളുകളുമെല്ലാം യുദ്ധത്തിൽ പങ്കെടുത്തപ്പോൾ ഹിറ്റ്ലറോടൊപ്പം നിൽക്കുകയാണ് ബുദ്ധമതത്തിൻ്റെ പേരിൽ നിലനിന്നിരുന്ന ജപ്പാൻ ചെയ്തത്. ജപ്പാനിലെ ബുദ്ധഭിക്ഷുക്കൾ ജപ്പാൻ ഗവൺമെൻറ്റിനെ അനുകൂലിക്കുകയായിരുന്നു. ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ രണ്ടാം ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് ബുദ്ധമത വിശ്വാസികളായ ജപ്പാൻകാർ നടത്തിയ അതിക്രൂരമായ നരനായാട്ടുകളെക്കുറിച്ച് ഇന്ന് ചരിത്രത്തിനറിയാം. എന്തിനധികം നമ്മുടെ ഇന്ത്യ രാജ്യത്തിലെ ബംഗാൾ ഉൾക്കടലിലുള്ള അന്തമാൻ ദ്വീപ് സമൂഹങ്ങളിൽ ജീവിക്കുന്ന ആളുകളോട് 942-നും 45-നും ഇടയിലുള്ള കാലഘട്ടത്തെക്കുറിച്ച് ചോദിച്ചാൽ അവർ ഭീതിയോടുകൂടി മാത്രമേ അതിനെക്കുറിച്ച് പറയൂ. പഴയ ആളുകൾ ജപ്പാൻകാരുടെ കാലമായിരുന്നു അത്. പച്ച മനുഷ്യരെ കൊന്നു തിന്നുകയും അവരെ യാതൊരു മര്യാദയുമില്ലാതെ കൊന്നൊടുക്കുവാൻ ഒരു പ്രയാസവും അനുഭവപ്പെടാത്ത രൂപത്തിൽ ബ്രിട്ടീഷുകാരെക്കാളും ക്രൂരമായി അവിടെയുള്ള ആളുകളെ പ്രയാസപ്പെടുത്തിയ ബുദ്ധമത വിശ്വാസികളായിരുന്ന ജപ്പാൻകാർ. അതിനെക്കുറിച്ച്
എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. സൗദാഗർ അലി എന്ന് പറയുന്ന മനുഷ്യൻ ജപ്പാൻകാരുടെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട മനുഷ്യൻ താനും ശവശരീരത്തെ തിന്നതിനെക്കുറിച്ച് പറയുന്നത് കേട്ടാൽ നമുക്ക് അങ്ങനെയും ഒരു സംസ്കാരമോ എന്ന് തോന്നിപ്പോകും. ഞാനിതിവിടെ സമാധാനത്തിൻ്റെ ദൂതൻ ചരിത്രത്തിൻ്റെ ദശാസന്ധികളിലൂടെ എന്ന വിഷയം അവതരിപ്പിക്കുമ്പോൾ ആമുഖമായി എടുത്തു പറഞ്ഞതിന് കാരണമുണ്ട്. യുദ്ധം ചരിത്രത്തിൻ്റെ അനിവാര്യതയാണ്. പലപ്പോഴും സ്വാഭാവികമായി ഉണ്ടായി വരുന്ന യുദ്ധങ്ങൾക്കെതിരെ നമുക്ക് സംസാരിക്കാം. അഹിംസാ സിദ്ധാന്തങ്ങൾ നമുക്കുറക്കെ പറയാം. പക്ഷേ അത്തരം സിദ്ധാന്തങ്ങൾ വെറുതെ പറയാൻ വേണ്ടി മാത്രമുള്ളതായിട്ടാണ് ചരിത്രത്തിൽ അവശേഷിച്ചിട്ടുള്ളത്. മറിച്ച് അത്തരം സിദ്ധാന്തങ്ങൾ പറഞ്ഞ ആളുകൾ പോലും യുദ്ധവുമായി നേർക്ക് നേരെ കണ്ടുമുട്ടേണ്ടി വരുമ്പോൾ അവർക്ക് യുദ്ധ നിയമങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ, എങ്ങനെ യുദ്ധത്തിൽ പെരുമാറണമെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ശത്രുവിനെതിരെ ഏത് കുടിലമായ മാർഗങ്ങളും സ്വീകരിക്കുക എന്നതായിത്തീർന്നിട്ടുണ്ട് എന്നതിനുള്ള ചരിത്രം ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും വലിയ അഹിംസാ സിദ്ധാന്തത്തിൻ്റെ വക്താക്കൾ എന്ന് പറയുന്ന ബുദ്ധന്മാരുടെ ചരിത്രത്തിൽ തന്നെ കാണാൻ കഴിയും എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇക്കാര്യം പറഞ്ഞത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തോടുള്ള അതിൻ്റെ ചായ്വും ദർശനവും അതൊരു സിദ്ധാന്തമായി ഉരുത്തിരിഞ്ഞു വന്നതല്ല. മറിച്ച് ഇസ്ലാമിക ദർശനത്തിൻ്റെ ഈ അടിത്തറ തന്നെ സമാധാനത്തിൽ അധിഷ്ഠിതമാണ്. ഇസ്ലാം എന്ന ശബ്ദത്തിനർത്ഥം സമർപ്പണമെന്നാണ് എന്ന് നമുക്കറിയാം. സിൽമ് എന്ന ധാതുവിൽ നിന്നാണ് ഇസ്ലാം നിഷ്പന്നമായിട്ടുള്ളത്. സിൽമ് എന്നാൽ ശാന്തി എന്നാണ് അർത്ഥം. ഈ പ്രപഞ്ചത്തിലെ ശാന്തി എടുത്തു കാണിച്ചുകൊണ്ട്, ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ പ്രതിഭാസങ്ങളെല്ലാം നിലനിൽക്കുന്ന അതിസുന്ദരമായ സംവിധാനങ്ങൾ എടുത്തു കാണിച്ചുകൊണ്ട്, ആ സംവിധാനങ്ങളുടെ എല്ലാം പിന്നിൽ ഇസ്ലാമാണ് എന്നും മനുഷ്യർ മുഴുവനും ആ ഇസ്ലാമിൻ്റെ വക്താക്കളാവുകയാണ് വേണ്ടത് എന്നും പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂന വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅൻ വകർഹം വഇലൈഹി യുർജഊൻ. അവർ ദൈവിക മതമല്ലാത്ത മറ്റു വല്ലതിനെയുമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ആകാശഭൂമികളിലുള്ളതെല്ലാം നിർബന്ധിതമായോ സ്വമനസ്സാലെയോ മുസ്ലിങ്ങളായിരിക്കുന്നു. അവയെല്ലാം അള്ളാഹുവിന് പടച്ചവന് കീഴൊതുങ്ങിയിരിക്കുന്നു. അവങ്കലേക്ക് തന്നെയാണ് അവയുടെ എല്ലാം അടക്കം. അതുകൊണ്ട് എല്ലാ ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെയും അടിസ്ഥാനപരമായ നിലനിൽപ്പിന് കാരണം പടച്ച തമ്പുരാൻ്റെ നിയമങ്ങൾ അനുധാവനം ചെയ്തുകൊണ്ട് നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്നെടുത്ത് പറഞ്ഞുകൊണ്ട് മനുഷ്യർക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ വൈയക്തികവും കുടുംബപരവും സാമൂഹികവും രാഷ്ട്രീയവും രാഷ്ട്രാന്തരീയവുമെല്ലാമായ സമാധാനങ്ങൾ ഉണ്ടാകണമെങ്കിൽ ദൈവികമായ നിയമനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്യണമെന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. പടച്ച തമ്പുരാൻ്റെ നിയമങ്ങൾ അതെങ്ങനെ അനുധാവനം ചെയ്യണമെന്ന് അവസാന നാൾ വരെയുള്ള മനുഷ്യർക്ക് പഠിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന മഹാനായ വ്യക്തിത്വമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം കേവലം ഉപദേശങ്ങൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് പിന്മാറിയ മനുഷ്യനായിരുന്നില്ല. കാടുകളിൽ പോയി തപസ്സിരുന്ന് ജീവിതത്തോട് വിട പറഞ്ഞുകൊണ്ട് ജീവിച്ച മനുഷ്യനായിരുന്നില്ല. മറിച്ച് ലോകത്തിൻ്റെ മുന്നിൽ സമാധാനവും സമർപ്പണവും പഠിപ്പിച്ചതോടൊപ്പം തന്നെ എങ്ങനെയാണ് സമർപ്പണത്തിലൂടെ സമാധാനം നേടിയെടുക്കാൻ കഴിയുക എന്ന് വൈയക്തികമായ തലത്തിലും കുടുംബപരമായ തലത്തിലും സാമൂഹികമായ തലത്തിലും രാഷ്ട്രീയവും രാഷ്ട്രാന്തരീയവുമായ തലത്തിലുമെല്ലാം കൃത്യമായി പ്രായോഗികമായി കാണിച്ചു തന്നു എന്നുള്ളതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷത. അവിടെ
സമാധാനത്തെക്കുറിച്ചുള്ള ഗിരിപ്രഭാഷണങ്ങളില്ല. മറിച്ച് സമാധാനത്തെ കൃത്യമായി പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ലോകത്തിൻ്റെ മുന്നിലുള്ള മാതൃകയാണുള്ളത്. വ്യക്തിയോടെടുത്തുകൊണ്ട് പറഞ്ഞു പരിശുദ്ധ ഖുർആൻ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഖുർആനിലെ 13-ാമത്തെ അധ്യായം സൂറത്തുർ റഅദിലെ 28-ാമത്തെ വചനത്തിലൂടെ തീർച്ചയായും അള്ളാഹുവിനെക്കുറിച്ചുള്ള സർവശക്തനായ തമ്പുരാനെക്കുറിച്ചുള്ള ബോധം വഴിയാണ് മനസ്സുകൾക്ക്